ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയ പെട്ടെന്ന് എങ്ങനെ പുറത്ത് ചാടാന്നുള്ള ഒരു വ്യഗ്രതയിലാണ് കേട്ടോ ഞാൻ. എന്താ പറയുക, പുറത്തെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര എടുത്താലും മതി വരില്ല. അതിന് വേണ്ടി നമ്മൾ ഇന്ന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി അതൊന്ന് എണ്ണയിൽ ചൂടാക്കി അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടില്ല ദോശയും ചിക്കൻ കറിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുറ്റടിക്കാനുണ്ട്. കരിയില നന്നായി വീണിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉണങ്ങി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ കരിയില ഒരുപാട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നന്നായി അടിച്ച് വാരിയും കൊണ്ടിരിക്കുക. പിന്നെ ഇത് എന്താ പറയുക, മുള്ളൻകൈനിയുടെ ഇലയാണ്, പ്ലാവിൻ്റെ ഇല. ഇതൊക്കെ പോഷകഗുണം ഒരുപാടുള്ളതാണ്. നമുക്ക് എന്ത് ചെടി നടാനും അതുപോലെ വിത്ത് നടാനും ചേമ്പിന് ചേന ഇങ്ങനെയുള്ള എല്ലാത്തിനും ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ ഇത് അടിച്ച് വാരി ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഒരുപാട് നല്ലതാണ്. തേങ്ങ അച്ചിങ്ങ തെറിച്ച് പോവാതിരിക്കാനും ഒരുപാട് തേങ്ങ ഉണ്ടാവാനൊക്കെ നമ്മുടെ കരിയില നന്നായിട്ട് നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി ശരിയാക്കിയപ്പോൾ നമ്മൾ സിമെൻറ്റ് ചാക്കുകൾ 2-3 ഇവിടെ. അപ്പോൾ വീട് പണി ആയത് കാരണം ചാക്കുകൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ മുന്നേ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും 2-3 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഒന്ന് മറിച്ച് ശരിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായി എന്താ പറയുക, അതിങ്ങനെ ഇരിക്കാനും ഒക്കെ ഒരുപാട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അറിയാതെ ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്രോ ബാഗിൻ്റെ ഗുണം തന്നെ നമുക്ക് ഈ സിമെൻറ്റും ചാക്ക് നമുക്കിത് കൂടുതലൊന്നും കാശ് മുടക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ പച്ചക്കറികളും ഒക്കെ നട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ റോഡിൽ നിന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ കരിയില വീണിട്ട് വണ്ടിയൊക്കെ അങ്ങനെ പോകുമ്പോൾ നന്നായി പൊടിഞ്ഞ് മണ്ണും മണലും കരിയിലയൊക്കെ പാടെ പൊടിഞ്ഞ് കിട്ടിയതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നമ്മൾ അടിച്ച് വാരി കിട്ടുന്ന പൂയി മണ്ണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ മുറ്റടിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരു ഗ്രോ ബാഗ് തയ്യാറാക്കുകയാണല്ലേ. അപ്പോൾ അങ്ങനെ 2 ബാഗ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ. മണൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചീര വിത്തും വെണ്ടയ്ക്കയുടെ വിത്തുമാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. പെട്ടെന്ന് 3 ദിവസം കൊണ്ട് തന്നെ അത് എന്താ പറയുക മുളച്ച് വരും കേട്ടോ. പിന്നെ അരിയുടെ പൊടി അങ്ങനെ ഒന്നും ഞാൻ റവ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. പെട്ടെന്ന് ഉറുമ്പൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീര വിത്ത് നടുമ്പോൾ അരിയുടെ വിത്തുകളും പൊടികളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നന്നായി മുളച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ചീര അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2-3 ദിവസം മുമ്പ് നമ്മൾ നട്ടതായിരുന്നു. എന്താ പറയുക, വിതച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി മുളച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ. ഇത് നമുക്ക് കൂടുതലാകുമ്പോൾ ഓരോ ചാക്കിലേക്ക് ഓരോ തൈ മാറ്റി ഇട്ട് കൊടുക്കുക. നമ്മൾ വിത്തുകൾ കുറച്ചധികം നട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തിയായ വിത്ത് മാത്രം നമ്മൾ മുളച്ച് വന്നാൽ അതിൽ ചാക്കിൽ വെക്കാറ് കേട്ടോ. ചെറിയതൊക്കെ വലിയ ആരോഗ്യമൊന്നുമില്ലാത്ത വിത്തുകൾ മുളച്ച് വരും, അതൊക്കെ അതിന് പറിച്ച് കളയുകയാണ് ചെയ്യാറ്. അതിന് വേണ്ടി കുറച്ചധികം തന്നെ നട്ട് കൊടുത്തിട്ടുണ്ട്. വിത്ത് മുളപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചധികം ഇട്ട് കൊടുത്താൽ നല്ല ഗ്രോത്തോടുകൂടെ വളരുന്ന മാത്രം നമ്മൾ ചാക്കിൽ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് ഒരാഴ്ച മുമ്പ് നട്ടു കൊടുത്തതായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചൊക്കെ പുറത്ത് ജോലി എടുത്തതിന് ശേഷം അകത്ത് കയറിക്കുകയാണ്. അപ്പം നമ്മൾ ക്ഷീണം മാറ്റാൻ നല്ല അടിപൊളി പപ്പായ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിത്തും നമ്മൾ കുറച്ച് മുമ്പ് ഒന്ന് ചാക്കിൽ വിത്ത് മുളപ്പിച്ചാൽ വെച്ചിരുന്നു. അതൊക്കെ നന്നായി വലുതായി വന്നിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ ഊണിലെ ഒരുക്കത്തിലാണ്. ഇന്ന് കുറച്ച് കൈപ്പക്കയും ചക്കക്കുരും കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റോടുകൂടി തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ചക്കക്കുരുവൊക്കെ ചെറുതായി പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലെ ചുവന്ന തൊലിയൊന്നും കളയല്ലേ, ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും കളയാതെ തന്നെ നമ്മളൊക്കെ ശരിയാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ ഒരു വിസിലടിക്കുന്നത് വരെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കയ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സവാളയും പച്ചമുളകും കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കയ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഈ കുക്കറിൽ വെന്ത ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളൊന്ന് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ കയ്പക്കയും ചക്കക്കുരു അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ എൻജോയ് ചെയ്ത് നമുക്ക് ഇതുപോലുള്ള ചെടികൾ നടാനും പച്ചക്കറികളും അതുപോലെ അവർക്ക് നനയ്ക്കാനൊക്കെ ഈ 5 മണി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം നമുക്ക് വെറുതെ ഇരിക്കുമായിരിക്കുമല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. നമ്മളെ മനസ്സിനൊരു സന്തോഷവും കൂടെ കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ കരിയില മാത്രം മതി, കുറച്ച് മണ്ണും. പിന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ തീരെ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനും എല്ലാം ഒരുപാട് ഗുണമാണ് കരിയില വെച്ചുള്ള പച്ചക്കറിയും ചെടികളും. കുറച്ച് മണ്ണും മണലും മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.